നൂതന ചികിത്സാ രീതിയാണ് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി. ഇത് നട്ടെല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള വളരെ ഈസി ആയിട്ട് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ ഒരു സ്വഭാവം അത് സ്ഥിരമായിട്ട് ഏത് ഷേപ്പിൽ വെക്കുന്നോ ആ ഷേപ്പിലേക്ക് മാറാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ നട്ടെല്ല് സ്വാഭാവികമായി ഇരിക്കേണ്ട ഷേപ്പിൽ നിന്ന് മാറുമ്പോൾ, അതായത് നമ്മുടെ തെറ്റായ ഇരിപ്പോ അല്ലെങ്കിൽ തെറ്റായ നടപ്പോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ബോഡി പോസ്ചറുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഷേപ്പിൽ നിന്നത് മാറിപ്പോകും. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ശരീരത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവുകയോ അല്ലെങ്കിൽ നട്ടെല്ല് വേദനയോ ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങൾക്കോ അത് വഴിതെളിക്കും. ഇതിനെ നോർമലായിട്ടുണ്ടായിരിക്കേണ്ട ഷേപ്പിലേക്ക് അതിനെ കൊണ്ടുവന്നുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതശൈലി, ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി പോസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു അലൈൻമെൻറ്റ് കറക്ഷനോട് കൂടി ഈ പ്രശ്നങ്ങളെല്ലാം ശാശ്വത പരിഹാരമാകുന്നില്ല. ആ വ്യക്തി തുടർന്ന് വരുന്ന തെറ്റായ ആ ഒരു ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ വ്യക്തി വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കൂ. ഉദാഹരണത്തിന് നിൽക്കുമ്പോൾ ഒരു കാലിലേക്ക് ഫുൾ ബോഡി വെയിറ്റ് കൊടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം വെയിറ്റ് കൊടുത്തിരിക്കുക. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ തെറ്റായ രീതിയിലുള്ളൊരു ശൈലിയിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുക. ഇതെല്ലാം നമ്മൾ കണ്ടുവരുന്ന തെറ്റായ ശീലങ്ങളാണ്. അല്ലെങ്കിൽ ഒരാൾ സാധാരണഗതിയിൽ മലർന്നാണ് കിടക്കേണ്ടത്. ആ വ്യക്തി നേരെ മലർന്ന് കിടക്കാൻ പലപ്പോഴും പറ്റാത്തത് അലൈൻമെൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. കാരണം നമ്മുടെ ബാക്ക് ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മുടെ ബെഡിൽ ടച്ച് വരാതിരിക്കുമ്പോൾ ആൾക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് മറ്റു പോസ്റ്ററുകളിലേക്ക് ആ വ്യക്തിക്ക് മാറേണ്ടി വരും. സ്ഥിരമായിട്ടൊരു പോസ്റ്ററിലേക്ക് മാറുമ്പോൾ, തെറ്റായ പോസ്റ്റർ എടുക്കുമ്പോൾ നട്ടെല്ലിൻ്റെ ഷേപ്പിന് വ്യതിയാനം വരാൻ തുടങ്ങും. എങ്ങനെയാണോ കറക്റ്റായിട്ട് ഒരു നട്ടെല്ലിൻ്റെ ഷേപ്പ് ഇരിക്കേണ്ടത്, ആ ഷേപ്പിലിരിക്കുമ്പോൾ മാത്രമാണ് നട്ടെല്ലുകളിൽ നിന്ന് പല ഭാഗത്തേക്ക് പോകുന്ന നെർവുകളെല്ലാം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലേക്ക് നട്ടെല്ലിനെ കൊണ്ടുവരുന്ന ഒരു എഫക്റ്റീവായിട്ടൊരു ട്രീറ്റ്മെൻറ്റാണ്